ഗുഡ് മോർണിംഗ് ആൾ. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ്? 1947 ഓഗസ്റ്റ് 15. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലേ. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ദക്ഷിണേന്ത്യയിലെ ചരിത്ര സംഭവങ്ങളുടെ ഒരു സംഭവ പരമ്പര തന്നെയായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ ജീവൻ ബലിയർപ്പിച്ചാണ് ഇന്ന് നമുക്ക് കാണുന്ന സ്വാതന്ത്ര്യം നേടിത്തന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപുള്ള ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞുള്ള ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും ഒട്ടേറെ സാഹിത്യകാരന്മാർ ഒരുപാട് കൃതികൾ രചിച്ചിട്ടുണ്ട്. അതിലൊരു കൃതിയാണ് ഖദീജ മുംതാസിൻ്റെ നീട്ടിയെഴുത്തുകൾ. ഈ നോവലിലെ ഒരു പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. ആദ്യം നമുക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളെയും സ്വാതന്ത്ര്യം നേടിത്തന്ന വർഷത്തെയും ത്രിവർണ പതാകയെയും പരിചയപ്പെടാം. ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിനായി നേതൃത്വം വഹിച്ച നവോത്ഥാന നായകന്മാരിൽ ഒരാളാണ് മഹാത്മാഗാന്ധിജി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്നറിയപ്പെടുന്ന മഹാത്മാഗാന്ധി നിരവധി സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പോലെ തന്നെ നിരവധി സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം വഹിച്ച നവോത്ഥാന നായകന്മാരാണ് ചട്ടമ്പി സ്വാമികൾ, അന്നാ ചാണ്ടി, അക്കാമ ചെറിയാൻ, അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, കെ കേളപ്പൻ എന്നിവർ. ഈ നവോത്ഥാന നായകന്മാരുടെ ജനനവും അന്തരിച്ച വർഷവും ഇതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ത്രിവർണ പതാകയെക്കുറിച്ച് പഠിക്കാം. ഇന്ത്യൻ ദേശീയ പതാകയിൽ 3 നിറങ്ങളാണുള്ളത്: കുങ്കുമം, വെള്ള, പച്ച. കുങ്കുമ നിറം ധീരതയുടെയും ത്യാഗത്തിൻ്റെയും പ്രതീകമാണ്. വെള്ള നിറം സത്യസന്ധത, സമാധാനം എന്നിവയുടെ പ്രതീകമാണ്. പച്ച വിശ്വാസം, സമൃദ്ധി എന്നിവയെയും സൂചിപ്പിക്കുന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും രക്ഷ നേടാൻ നിരവധി സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നാടാണ് കേരളം. ഇനി അവയെക്കുറിച്ച് നമുക്കൊന്ന് പഠിച്ചാലോ. അഞ്ചുതെങ്ങ് കലാപം 1697, ആറ്റിങ്ങൽ കലാപം 1721, കുളച്ചൽ യുദ്ധം 1741, കുണ്ടറ വിളംബരം 1809, ഉപ്പു സത്യാഗ്രഹം 1930. ഈ ക്രമത്തിലാണ് സ്വാതന്ത്ര്യ സമരങ്ങൾ നടന്നത്. ഇനി നമുക്ക് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ കാണാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ചരിത്രത്തിലൂടെ. ബ്രിട്ടൻ, ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളുടെ ഇന്ത്യയിലെ കോളനി ഭരണത്തിനെതിരെ നടത്തിയ സമരങ്ങളെ പൊതുവിൽ പറയുന്ന പേരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സാമ്രാജ്യ വ്യാപനം തുടങ്ങുന്ന കാലത്താണ് ഇത് ആരംഭിച്ചത്. 1857 ശിപ്പാഹി ലഹള എന്നറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ചത്. 1857 യുദ്ധം ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വെള്ളക്കാർ നിർത്തലാക്കി. ഇതിനു പകരം ബ്രിട്ടീഷ് രാജഭരണത്തിന് കീഴിൽ നേരിട്ടുള്ള ഭരണം തുടങ്ങി. ബ്രിട്ടീഷ് രാജാവിന്റെ പ്രതിനിധിയായി ഇന്ത്യയിൽ ഒരു വൈസ്രോയിയെ നിയമിച്ചു. ഇന്ത്യയിലെ രാജാക്കന്മാർക്കും തലവന്മാർക്കും ജനങ്ങൾക്കുമായി പുതിയ നേരിട്ടുള്ള ഭരണനയം വിളംബരം ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് രാജ്ഞിയായ വിക്ടോറിയ രാജ്ഞി ബ്രിട്ടീഷ് നിയമപ്രകാരം ഇന്ത്യക്കാർക്ക് തുല്യ പരിഗണനയും അവകാശങ്ങളും വാഗ്ദാനം ചെയ്തു. എങ്കിലും ബ്രിട്ടീഷ് ഭരണത്തോടുള്ള വിശ്വാസമില്ലായ്മ 1857 സമരത്തിന്റെ ഫലമായി ഉണ്ടായി. പിന്നീട് 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ ഗാന്ധിജിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മറ്റ് സമര നേതാക്കളും പ്രസ്ഥാനത്തിലേക്ക് എത്തിയത് സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്തുകയുണ്ടായി. പിന്നീട് 1914 ആരംഭിച്ച ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ അഹിംസാ മാർഗത്തിലൂടെയുള്ള സമരത്തെ സ്വീകരിക്കുകയായിരുന്നു. ഇക്കാലയളവിൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ലഹള പൊട്ടിപ്പുറപ്പെടുമെന്ന് ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടു. വിഭവങ്ങളും ഭടന്മാരെയും ധാരാളമായി ഇന്ത്യ ബ്രിട്ടീഷ് യുദ്ധമുന്നണിയിലേക്ക് സംഭാവന ചെയ്തു.
ഏകദേശം 13 ലക്ഷം ഇന്ത്യൻ സൈനികരും തൊഴിലാളികളും യൂറോപ്പ്, ആഫ്രിക്ക, മധ്യപൂർവ്വദേശം എന്നിവിടങ്ങളിലെ യുദ്ധമുന്നണികളിൽ സേവനമനുഷ്ഠിച്ചു. ഇന്ത്യൻ സർക്കാരും രാജാക്കന്മാരും വലിയ അളവിൽ ധാന്യങ്ങളും പണവും വെടിക്കോപ്പുകളും യുദ്ധത്തിനായി അയച്ചിരുന്നു. പിന്നീട് നേതാജി സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമി INA-യും ഗാന്ധിജി നേതൃത്വം നൽകിയ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവും 1939 ആരംഭിച്ച രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അവയുടെ ഉന്നതിയിലെത്തി. തുടർന്നുണ്ടായ മുംബൈ ലഹളയും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ചെങ്കോട്ട വിചാരണയും ബ്രിട്ടീഷ് ഭരണത്തിന്റെ അന്ത്യത്തിന് ആക്കം കൂട്ടി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു. തുടർന്ന് 1947 ഇന്ത്യ രൂപീകൃതമായി. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുകയും ഇന്ത്യ റിപ്പബ്ലിക് ആവുകയും ചെയ്തു. 1952 ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ 62% സമ്മതിദാനം രേഖപ്പെടുത്തിയതോടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി.